ഒരു സ്വർഗാരോപണ തിരുനാളിൽ ഈ എമിൽഡ അധികാരികളുടെ അടുത്ത് വീണ്ടും എത്തുകയാണ്. എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. എമിൽഡ ആത്മാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള ആ ഒരു നിറവ്, ആ ഒരു കൃപ എമിൽഡയിൽ വർദ്ധിച്ചു പോകുന്നു. അവർ പരിശുദ്ധ കുർബാന നൽകുന്ന വൈദികനുമായി കൂടി ആലോചിച്ചു, പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാന കഴിഞ്ഞ് ഈ ബലിപീഠം സിസ്റ്റേഴ്സ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദേവാലയത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. സിസ്റ്റേഴ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, അവളുടെ ശിരസിന് മുകളിലായി പ്രകാശപൂരിതമായ ഒരു തിരുവോസ്തി കാണപ്പെട്ടു. ഈ ചാപ്പൽ നിറയെ റോസാപ്പൂവിന്റെ ഗന്ധം അങ്ങ് നിറയുക. അപ്പൊ സിസ്റ്റേഴ്സ് എല്ലാം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ പ്രകാശപൂരിതമായ തിരുവോസ്തി ഇങ്ങനെ താഴേക്കിറങ്ങി പീലാസയിലേക്ക് വന്നു നിൽക്കുകയാണ്. വൈദികൻ ഈ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. വൈദികന് മനസ്സിലായി, ദൈവം തന്നെ ആഗ്രഹിക്കുന്നു എമിൽഡ ലംബർത്തിനിക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാൻ. അപ്പോൾ തന്നെ ഈ വൈദികൻ പരിശുദ്ധ കുർബാന എമിൽഡ ലംബർത്തിനിക്ക് നൽകുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് എമിൽഡ ലംബർത്തിനിക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം സിസ്റ്റേഴ്സ് അനുവദിച്ചു. എമിൽഡയുടെ കൂടെയുള്ള സിസ്റ്റേഴ്സ് വന്ന് എമിൽഡയെ ഇങ്ങനെ തട്ടി വിളിച്ച് നോക്കുമ്പം എമിൽഡ മരിച്ചിരുന്നു. 1826 10-ാം പിയൂസ് മാർപ്പാപ്പ എമിൽഡ ലംബർത്തിനിയെ ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെ മധ്യസ്ഥയായി ഉയർത്തി. ഇറ്റലിയിലെ സെൻ സിജിസ്മുണ്ടോ ദേവാലയത്തിൽ എമിൽഡ ലംബർത്തിനിയുടെ അഴുകാത്ത ശരീരം ഇപ്പോഴും ഇരിപ്പുണ്ട്.